നമസ്കാരം മച്ചാന്മാരെ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഇതിലിപ്പോൾ ഏതാണ് നോർമൽ ചായ, ഏതാണ് ലൈറ്റ് ചായ? രണ്ടും ഒരേപോലെ ഉണ്ട്. അപ്പോൾ ചായയിൽ എങ്ങനെയാണ് ലൈറ്റും നോർമലും ഒക്കെ വരുന്നതെന്നുള്ളതൊന്ന് നോക്കിയാലോ എന്നൊരാഗ്രഹം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചായ മാത്രമല്ല, 2 നെയ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയനാണ്. ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണല്ലോ ഗുപ്തന് ഇഷ്ടം. പിന്നെ നമ്മളും അങ്ങനെ തന്നെയല്ലേ കഴിക്കണ്ടേ. ഇവിടുത്തെ നെയ് റോസ്റ്റ് അടിപൊളിയാട്ടോ. ഈ ദോശയും സാമ്പാറും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്, പ്രത്യേകിച്ച് എൻ്റെ അനിയന്. പക്ഷേ എനിക്കെന്താണോ, എനിക്ക് ദോശയിലേക്ക് എപ്പോഴും ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയോ ഒക്കെയാണ് ഇഷ്ടം. സാമ്പാർ അത്ര നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. സാമ്പാർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഈ ചായ ഞാനൊന്ന് കുടിച്ചോട്ടെ. അടുത്ത ചായ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വരുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം, ശരിക്കും ഏതാ ലൈറ്റ് ചായ, ശരിക്കും ഏതാ ചായ എന്നുള്ളത്. ഇതടുത്ത ദിവസമാണ്. എന്നിപ്പോൾ നെയ് റോസ്റ്റും ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു പൊറോട്ടയും ഒരു ചിക്കൻ കറിയും. ഈ ചിക്കൻ കറിയാണോ ഗ്രേവിയാണോ എന്ത് ടൈപ്പാണെന്ന് ഒരു ഐഡിയ കിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു ചിക്കൻ്റെ കാല് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കാലുകളിൽ ഒന്ന് നമ്മളിങ്ങനെ കണക്ക് പറഞ്ഞ് മേടിച്ചു. ഈ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുന്നത് പഴയ കഥയാണ്. കൈയിട്ട് വരല് അങ്ങനെയല്ലേ നമ്മൾ മലയാളികൾ തിന്ന് ശീലിച്ചുള്ളത്. പക്ഷേ ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ പോലും അടിപൊളിയായിരുന്നു കേട്ടോ. പൊറോട്ടയിലേക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു കോംബോ ആണ്. ഇതും സെയിം നമ്മൾ മന്ന റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം തിരക്കുള്ള കടയാണ്, എപ്പോൾ പോയാലും കിട്ടണമെന്നില്ല. കാലിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്, ചിക്കൻ കറി എപ്പോഴും ഉണ്ടാവും, കാല് കോഴിക്ക് 2 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ വിശേഷം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കണേ. പുതിയ വീഡിയോസ് ഇടുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം ഇത് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവരും ഇരുന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയെന്നറിയാം. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കഴിച്ച് ജീവിക്കുക. ഇതേ നല്ല അടിപൊളി ലുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ടേസ്റ്റ് നോക്കാൻ ആർക്കാ തോന്നാത്ത സൂപ്പറാണ്. ഇതുപോലത്തെ നല്ല അടിപൊളി ചിക്കൻ കറി എവിടെ കിട്ടുകയെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ പൊറോട്ട ഭ്രാന്തനായിട്ട് വരുന്നതായിരിക്കും. വയറ് നിറച്ച് കഴിച്ചിട്ടും ഇതിൽ ചിക്കൻ പീസ് ബാക്കിയാണ്. 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൊറോട്ടയിൽ കഴിക്കുന്നത് തികയില്ലല്ലോ. എങ്ങനെയാണെങ്കിലും വയറ്റിൽ സ്ഥലം. അപ്പോൾ പൊറോട്ടയും ചിക്കനും ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തിന്നുന്നത് മാത്രമല്ല ഉണ്ടാക്കുന്നതും കൂടെ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.